തേങ്ങയില്ലാത്തൊരു ജീവിതത്തിനെ പറ്റി നമ്മൾ മലയാളികൾക്ക് ആലോചിക്കാനേ പറ്റില്ല അല്ലേ? എല്ലാത്തിനും നമുക്ക് തേങ്ങ വേണം. നമ്മുടെ ഇഡ്ലിക്കുള്ള ചട്നി ആയാലും ദോശയ്ക്കുള്ള ചട്നി ആയാലും കൂട്ടാനായാലും ഒക്കെ നമുക്ക് തേങ്ങ വേണം. പക്ഷേ ഇന്ന് തേങ്ങയില്ലാതെ തന്നെ തേങ്ങാ ചട്നിയേക്കാളും ടേസ്റ്റുള്ളൊരു ചട്നി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ടു ദ വെജി പൂജ ചാനൽ. എൻ്റെ പേര് പൂജ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വെറും ഒരു 3 മിനിറ്റ് മതി. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് 2 കൈയിലും മുഴുവനും കൊള്ളുന്ന രീതിയിൽ കപ്പലണ്ടിയാണ്. ഇത് 2 പേർക്കുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലെടുക്കുക. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഓക്കെ, കഴുകിയെടുത്തതിന് ശേഷം ഇത് തൊലിയോട് കൂടിയിട്ടും ഉപയോഗിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് തൊലി ഉപയോഗിക്കുന്ന അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തൊലി മാറ്റിയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ക്വിക്ക് ചട്നിയാണ്. തേങ്ങയൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചട്നി ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇനി തുടങ്ങിയിട്ട് ഇതിലേക്ക് തൈര് ഒരു 2-3 സ്പൂൺ തൈര് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി തൈര് സാധാരണ ഇഷ്ടമല്ല, ചട്നിയിൽ ഒഴിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് ഒഴിക്കാം അതിന് പകരം. പക്ഷേ അങ്ങനെയാണെങ്കിൽ കുറച്ച് ലിക്വിഡി ആക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ടിയായിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ കുറച്ച് ലിക്വിഡായിട്ട് ഉണ്ടാക്കാം. ഇവിടെ എല്ലാവർക്കും കുറച്ച് വെള്ളം പോലെയാണ് ചട്നി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തൈര് ചേർക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ ഇത് അരച്ചതിന് ശേഷം നിങ്ങൾക്കത് കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് തൈര്, ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചട്നി ആക്കിയതാ അരച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടാൽ തേങ്ങാ ചട്നി അല്ല എന്ന് ആരും പറയില്ല. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയും കുറച്ച് പുളിക്ക് വേണ്ടിയിട്ടും. ഇവിടെ സാധാരണ കിട്ടുന്ന തൈരിന് അത്ര പുളി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് പുളിക്ക് വേണ്ടി എക്സ്ട്രാ നാരങ്ങ ചേർത്തത്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചട്നിയിൽ വറുത്തിടുന്ന പോലെ വറുത്തിടാം. ഈ വറുത്തിടുന്നതിൽ ഞാൻ ഇപ്പോൾ കൊണ്ടാട്ട മുളകാണ് യൂസ് ചെയ്യുന്നത്. തൈര് മുളകുണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരു തവണ അങ്ങനെ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ചട്നിയിലേക്കും കൂട്ടാനിലേക്കൊക്കെ തൈര് മുളകൊന്ന് വറുത്തിട്ട് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നോ കോക്കനട്ട് ചട്നി റെഡിയാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തേങ്ങാ ചട്നി ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും, അത്രയും സ്വാദാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബജ്ജിയുടെ കൂടെ കൂട്ടി കഴിക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അറിയിക്കുക. ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ഇതാ ഒന്നുകൂടെ ഞാൻ ലിസ്റ്റ് ഇതാ സ്ക്രീനിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.